കൊഞ്ചുന്ന കിങ്ങിണി കെട്ടിത്തരാമമ്മ മോതിരമിട്ടു തരാ നാക്കത്തു തേനും വയമ്പും തേച്ചമ്മ മാറോടു ചേർത്തുറക്കാ കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ടോണ്ടമ്മയിരിക്കാം. കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ടോണ്ടമ്മ. കുന്നിമണി മരത്തിനിടയിൽ നിന്ന് ശാലുവിന്റെ ഈണത്തിലുള്ള താരാട്ടുപാട്ട് കേൾക്കാമായിരുന്നു. ശാലു, ഉമയമ്മ അവൾ വിളിച്ചു. മറുപടിയില്ല. അവൾ അത് കേട്ടിട്ട് പോലുമില്ലെന്നാണ് സത്യം. അവർ കുറെ കൂടി അരികിൽ വന്ന് വിളിച്ചു. ചുണ്ടിൽ വിരൽ ചേർത്ത് അവൾ മിണ്ടല്ലേ എന്ന് ആംഗ്യം കാണിച്ചു. എൻ്റെ കുഞ്ഞിക്കിളി ഉറക്കുമല്ലോ ഉമയമ്മേ, ഇങ്ങനെ ബഹളം വെച്ചാലോ? ചേട്ടായി വരുമ്പോഴേക്കും ഒരുറക്കം കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങത്തേയില്ല. പിന്നെ ചേട്ടായിയോട് കളിച്ചങ്ങനെ ഇരിക്കും. ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു. ഞാൻ എത്ര പാട്ട് പാടി കൊടുത്തിട്ട് ഇവനെന്താ ഉറങ്ങാത്ത? പാല് കൊടുക്കാൻ എനിക്ക് ആവാഞ്ഞിട്ടല്ലേ? സുമി കുറുക്ക് കൊടുക്കാൻ കുറേ നോക്കി, പക്ഷെ വാശിയാവന്. അവൻ്റെ അപ്പൻ്റെ അതേ വാശി തന്നെയാണ് കിട്ടിയത്. പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു. ഉമയമ്മ വേദനയോടെ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ ഈറനായിട്ടുണ്ട്. കുറച്ചപ്പുറം മാറി നിൽക്കുന്ന എബിയെ കണ്ടപ്പോൾ ശാലു തിരിഞ്ഞു നിന്നു. എബി, ബാല്യവും കൗമാരവും അവന് വേണ്ടി പിടഞ്ഞൊരു ഹൃദയം ശാലുവിനുണ്ടായിരുന്നു. പ്രണയത്തിന്റെ ആർദ്ര സംഗീതം ആദ്യമായി അറിഞ്ഞത് അവന്റെ കണ്ണുകളിൽ നിന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും സുന്ദരം അവന്റെ പുഞ്ചിരിയായിരുന്നു. അവനെ നോക്കി ലയിച്ചിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന നാളുകൾ. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഒരു മുന്നറിയിപ്പുമില്ലാതെ അവൻ പോയി. പിന്നെ അവനെ കാണുന്ന 2 ദിവസം മുമ്പാണ്. മിണ്ടാൻ വേണ്ടി പുറകെ വരുവാണവൻ. പക്ഷേ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ളത് എൻ്റെ ചേട്ടായി മാത്രമാണ്, എൻ്റെ കുഞ്ഞിക്കിളിയുടെ അപ്പൻ. കർത്താവിൻ്റെ തിരുരൂപത്തിന് മുമ്പിൽ വെച്ച് എല്ലാവരെയും സാക്ഷിയാക്കി എന്നെ മിന്നിട്ടിയവൻ. എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ കൂടെ നിന്നവൻ. ആ സ്നേഹത്തെ മറന്ന് മറ്റൊന്നും എനിക്കിപ്പോൾ വേണ്ട. ഇപ്പോഴാണെങ്കിൽ എൻ്റെ കുഞ്ഞിക്കിളി കൂടെയുണ്ട്. 4 മാസമായതേ ഉള്ളൂ അവന്. കമിഴ്ന്നു തുടങ്ങി. പിന്നെ കൈയും കാലുമൊക്കെ ഇട്ട് വലിച്ചു പോകാനുള്ള തത്രപ്പാടിലാണ്. അവന് നോക്കിയിരുന്നാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല. പക്ഷേ വാശിയാണ് അവന്. ചേട്ടായും വാശിക്കാരനാണ്. പക്ഷെ എന്നോട് മാത്രമില്ല, എൻ്റെ എല്ലാ ആഗ്രഹത്തിനും ഒപ്പം നിൽക്കും. ആകെ ദേഷ്യം പിടിക്കാൻ ഞാൻ മര്യാദക്ക് ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞ് മാത്രമാണ്. ഉമയമ്മയുമായി എബി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാനത് ചെവിയെടുക്കാൻ പോയില്ല. സുമിയുടെ കയ്യിൽ നിന്ന് എൻ്റെ കുഞ്ഞിക്കിളി വാശി പിടിക്കുന്നുണ്ട്. അവൾ പാൽക്കുപ്പി വായിൽ വെച്ച് കൊടുത്തവൻ തട്ടിമാറ്റുകയാണ്. പാൽ കുടിച്ചില്ലേ മോളെ? അമ്മച്ചിയാ. ഇല്ല അമ്മച്ചി, ഈ ചെക്കൻ ഒരേ കരച്ചില്ല. ഇനി ഇച്ചായം വരണം, അല്ലാതെ കുടിക്കില്ലെന്ന് തോന്നുന്നു. അവൾ സങ്കടത്തോടെ പറഞ്ഞു. അമ്മച്ചി കുഞ്ഞിനെ വാങ്ങി മാറോട് ചേർത്ത് പിടിച്ച് അവൻ്റെ കരച്ചിലടങ്ങി. അവരുടെ മാറിടത്തിലായി അവൻ്റെ മുഖം കൊണ്ട് പരതി. തനിക്ക് പ്രിയപ്പെട്ട മണവും രുചിയും ആ മാറിൽ നിന്ന് അവന് കിട്ടിയില്ല. വീണ്ടും കരച്ചിൽ തുടങ്ങി. ശാലു അവർക്കരികിലേക്ക് ഓടി വന്നു. അമ്മച്ചി, എനിക്കവന് പാലെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അവൻ എന്നെ അന്വേഷിക്കുന്നു. എനിക്കവനൊന്നും തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ. അവളുടെ കണ്ണീരൊന്നും കാണാതെ അമ്മച്ചിയും സുമിയും കുഞ്ഞിനെയും കൂട്ടി അകത്തേക്ക് പോയി. നിലത്തിരുന്ന് കരയുന്ന ശാലുവിനെ ഉമയമ്മ ചേർത്ത് പിടിച്ചു. എനിക്കവനെ കൊഞ്ചിച്ചിട്ട് മതിയായില്ല ഉമയമ്മ. എൻ്റെ മാറിടങ്ങളിതാ ഇപ്പോഴും ചുരത്തുന്നുണ്ട്. അതിനുവേണ്ടി അവൻ കരയുന്നു. ഒന്ന് തൊടാൻ പോലും കർത്താവ് സമ്മതിക്കുന്നില്ലല്ലോ എന്നെ. പൊട്ടിക്കരച്ചിലോടെ ഉമയമ്മയെ അവൾ കെട്ടിപ്പിടിച്ചു. അപ്പോഴും അവളെ നോക്കി നിൽക്കുകയായിരുന്നു എബി. അവൻ്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നാണ് ശാലു ബൈക്കിൻ്റെ ശബ്ദം കേട്ടത്. ഉമയമ്മയിൽ നിന്ന് വേർപ്പെട്ടവൾ മുറ്റത്തേക്ക് ഓടി. ചേട്ടായി, അവൾ ഉറക്കെ വിളിച്ചു. അവനത് കേട്ടതേയില്ല. എങ്കിലും ആ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞിരുന്നു. 2 ദിവസം കൊണ്ട് ചേട്ടായി ആകെ മാറിപ്പോയി. മെലിഞ്ഞ് കവിളൊക്കെ ഒട്ടിയ പോലെ. താടിയൊക്കെ വളർന്നിട്ടുണ്ട്. ആ കണ്ണിലെ തിളക്കമൊക്കെ നഷ്ടമായിപ്പോയി. അവൻ്റെ പിന്നാലെ അവളും അകത്ത് കയറി. അവൻ്റെ കയ്യിലുള്ള കവർ അമ്മച്ചി ഏൽപ്പിച്ചു. കുഞ്ഞു പാലുടിച്ച അമ്മച്ചി? ഇല്ല മോനെ, എൻ്റെ കുഞ്ഞിപ്പോഴും അവൻ്റെ അമ്മയെ തേടുക. എന്തിനാ ഈശോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗതി വരുത്തിയത്? മുകളിലേക്ക് നോക്കി അവർ കരഞ്ഞു. ചേട്ടായി കുഞ്ഞിനെ എടുത്തു. അപ്പൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയെന്ന വണ്ണം അവൻ അപ്പൻ്റെ നെഞ്ചിൽ ഇറുകെ പിടിച്ച് കിടന്നു. ചേട്ടായി പാലൊക്കെ കൊടുത്തപ്പോൾ അവനത് നിഷേധിച്ചില്ല. പാവം, വിശന്ന് കാണും. എത്ര നേരമായി കരയുന്നു. അവൻ ഉറങ്ങിയപ്പോൾ ചേട്ടായി അവനെ എടുത്ത് ഞങ്ങളുടെ മുറിയിൽ കൊണ്ട് കിടത്തി. തോളിൽ മെല്ലെ ആട്ടിക്കൊടുത്തു. പിന്നെ കട്ടിൽ കിടന്ന് എന്നെ നെറ്റിയെടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞു. എന്തിനാ പെണ്ണെന്നെ ഇട്ടേച്ചും പോയേ? ഞാൻ ഇങ്ങോട്ട് പോയിട്ടില്ല ചായ, അലറിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ചേട്ടായി കേട്ടില്ല. ചേട്ടായിയുടെ അടുത്ത് തന്നെ ഞാൻ ഇരുന്നു. ജനലിനപ്പുറം ഉമയമ്മ എബിയും നിൽപ്പുണ്ട്. അവരെന്നെ കൂടെ കൂട്ടിയെ പോകാൻ തീരുമാനിച്ചുറപ്പിച്ച പോലെയുണ്ട്. പക്ഷെ എനിക്കങ്ങനെ പോവാൻ ഒക്കുമോ? ഈ വീട്, എൻ്റെ ചേട്ടായി, എൻ്റെ കുഞ്ഞിക്കിളി, ആ സ്നേഹമൊക്കെ ഉപേക്ഷിച്ച് എനിക്ക് മറ്റൊരു ലോകത്തേക്ക് പോവാനേ പറ്റില്ല.
പക്ഷെ അവർക്ക് എന്നെ കൂടാതെ ഇനി തിരിച്ചു പോകാൻ ഒക്കില്ല. ഉമ്മയമ്മേൻ്റെ ആരാന്നല്ലേ? അമ്മയെക്കാളും എന്നെ സ്നേഹിച്ച എൻ്റെ അയൽക്കാരിയായിരുന്നു. മിക്കപ്പോഴും ഞാൻ അവിടെ നിന്നായിരുന്നു ഭക്ഷണം പോലും കഴിച്ചിരുന്നു. ചെറുപ്പത്തിലെ എൻ്റെ കൂട്ടുകാരി. മക്കളില്ലാത്ത ഉമ്മയമ്മക്ക് ഞാൻ മകളാണ്, കൂട്ടുകാരിയാണ്, എല്ലാമാണ്. ഒരിടവപ്പെയ്ത്തിൽ നിറഞ്ഞൊഴുകിയ കുളത്തിൽ നിലകിട്ടാതെ ആഴ്ന്നു പോയതാണ് പാവം. അന്ന് ഞാൻ ഉണ്ണാതെ ഉറങ്ങാതെ കുറേ ദിവസം തള്ളി നീക്കിയിരുന്നു. അവസാനം അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കണ്ണീരിന് മുമ്പിലെല്ലാം മറന്നു തുടങ്ങി. അവരുടെ പഴയ ശാലുവായി. അന്ന് എബിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്ന ഉമ്മയമ്മയോടായിരുന്നു. അവനെന്നും ബൈക്കിൽ പോകാൻ ഇഷ്ടമായിരുന്നു. അവസാനം അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ്റെ ഡാഡി വാങ്ങിക്കൊടുത്തു വരണം. സ്പീഡിൽ പോവരുത്, ഹെൽമെറ്റ് ഇടണമെന്നൊക്കെ ഞാൻ ഇന്നും പറയാറുണ്ട്. എനിക്കവൻ അത്ര പ്രിയപ്പെട്ടതല്ലേ, അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യണ്ടേ? പക്ഷേ എൻ്റെ വാക്കൊന്നും കേൾക്കാതെ ഹെൽമെറ്റ് ഇല്ലാതെ അവൻ വണ്ടി പറത്തി. പിന്നെ കേട്ടത് അവൻ എന്നെ വിട്ടുപോയെന്ന വാർത്തയാണ്. 1 മാസത്തോളം മുറിയടച്ചിരുന്ന ഞാൻ പിന്നെ കോളേജിൽ പോയി തുടങ്ങി. മറക്കാനായില്ലെങ്കിലും എൻ്റെ സ്വകാര്യതയിൽ മാത്രമായി അവൻ്റെ ഓർമ്മകളെ ഒതുക്കി. പിന്നെയാണ് ചേട്ടായി ജീവിതത്തിൽ വന്നത്. എൻ്റെ എല്ലാ വേദനകൾക്കുമുള്ള മരുന്നായി മാറി ചേട്ടായി. എന്നിട്ടും ദൈവം ഞങ്ങളെ പരീക്ഷിച്ചു. 3-4 കൊല്ലം കുഞ്ഞുങ്ങളാവാതെ എല്ലാവരുടെയും ചോദ്യശരങ്ങളിൽ വിഷമിച്ചിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റ് നടത്തി. അവസാനം അവൻ വന്നു, ഞങ്ങളുടെ കുഞ്ഞിക്കിളി. പിന്നെ അവൻ ഭൂമിയിൽ വരാനുള്ള കാത്തിരിപ്പായിരുന്നു. ദിവസങ്ങൾ, മണിക്കൂറുകൾ, നിമിഷങ്ങൾ എല്ലാം ആസ്വദിച്ച് ജീവിച്ച കാലം. വേദനയോടെ അവനെ ഈ ഭൂമിയിലെത്തിച്ചപ്പോൾ എല്ലാ അമ്മമാരെയും പോലെ ഞാനും ഹാപ്പിയായിരുന്നു. ആദ്യ ചുംബനം നൽകിയപ്പോൾ, അവനായി പാൽ ചുരത്തിയപ്പോൾ ഞാൻ അറിഞ്ഞു മാതൃത്വത്തിൻ്റെ ലഹരി. ചേട്ടായും ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ 4 മാസങ്ങൾ, സന്തോഷത്തിൻ്റെ 4 മാസങ്ങൾ. പെട്ടെന്ന് വന്നൊരു പനി, അതാണ് എല്ലാം തകർത്ത്. ആരെയും അറിയാതെ, കുഞ്ഞിനെ പോലും ഓർക്കാതെ അബോധാവസ്ഥയിൽ കുറച്ച് ദിവസങ്ങൾ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ അരികിലെത്താനുള്ള ആഗ്രഹത്തെ തച്ചുടച്ചുകൊണ്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ ആത്മാവ് മാത്രമായി മാറി. ഇവിടം വിട്ടു പോവാനാവാതെ ഈ വീടിന് ചുറ്റും നടക്കുകയാണിപ്പോൾ. എന്നാരും കാണുന്നില്ല, ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ല. എങ്കിലും അവരുടെ സാന്നിധ്യം, അത് മാത്രം മതി എനിക്ക്. പക്ഷെ ഉമ്മയമ്മ പറയുക, ഞങ്ങൾക്കൊക്കെയായി മറ്റൊരു ലോകമുണ്ടെന്ന്, ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് എൻ്റെ അരികിൽ വന്നത്. ചേട്ടായിയുടെ അരികിൽ വന്ന ആ കവിളിലും തൊടാൻ നോക്കി. ഞാൻ പോവാട്ടെ ചേട്ടായി, കുഞ്ഞിക്കിളിയെ പൊന്നുപോലെ നോക്കണേ. ഇടയ്ക്ക് ഞാൻ വരും കാണാൻ. എന്നിലേക്ക് ചേട്ടായി വരണമെന്ന് ഞാൻ പറയില്ല. എൻ്റെ കുഞ്ഞിക്കിളിക്കിപ്പോൾ ചേട്ടായി ആവശ്യം. സന്തോഷത്തോടെ ജീവിക്കണം രണ്ടാളും. കുഞ്ഞിനരികിൽ പോയി അവനെയും കണ്ടിട്ട് ഉമ്മയമ്മയ്ക്കൊപ്പം മറ്റൊരു ലോകത്തേക്ക് അവൾ യാത്ര തുടങ്ങി. തൻ്റെ ജീവൻ ഒറ്റക്കാക്കിയിട്ട്. കൂടെ എബി. അവന് മൊത്ത പക്ഷെ സന്തോഷം മാത്രമാണ്. തൻ്റെ പ്രണയം തനിക്കരികിലെത്തിയെന്ന സന്തോഷം.